ഏതു തരം മൂല്യങ്ങളാണ് നമ്മെ പരിസരവുമായി ശരിയാം വിധം ചേർത്ത് നിർത്തുക? ഇന്ന് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: സുതാര്യ മൂല്യങ്ങൾ, ട്രാൻസ്പെറന്റ് വാല്യൂസ് ബിൽഡ് ട്രസ്റ്റ്, പീസ് ആൻഡ് ലാസ്റ്റിംഗ് സോഷ്യൽ സക്സസ്. സുതാര്യ മൂല്യങ്ങൾ സാമൂഹിക ജീവിത വിജയം നേടാൻ വ്യക്തിക്കും പരിസ്ഥിതിക്കും ഇടയിൽ മനോസുതാര്യത അനിവാര്യമാണ്. മനസ്സ് ധർമ്മവ്യവസ്ഥയുടെ പരിണതിയായതിനാൽ ധർമ്മം മൂല്യപൂർണമായി ജീവിക്കുമ്പോഴാണ് മനോസുതാര്യത വളരുന്നത്. സത്യസന്ധതയും വ്യക്തതയും വിശ്വാസ്യതയും വളർത്തുന്ന മൂല്യങ്ങളാണ് വ്യക്തിയെ സമൂഹവുമായി സമാധാനപരമായി ബന്ധിപ്പിക്കുകയും യഥാർത്ഥ സാമൂഹിക വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സാമാന്യീകൃത ആത്മീയത എന്നുള്ള ആ ഒരു പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും മൂല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ആ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതാണ് സാമാന്യമായിട്ടുള്ള ആത്മീയത, അല്ലാതെ ആധ്യാത്മികത എന്ന രീതിയിൽ നമ്മൾ ഈ അഭൗമമായ ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നതല്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇവിടെ പ്രധാന തെളിവെന്ന് പറയുന്നത്, തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ എന്തെന്ന് പറയുന്നത് മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ എല്ലാ മൂല്യങ്ങളും നമ്മെ പരിസരവുമായിട്ട് സാമൂഹികമായിട്ടുള്ള ബന്ധവുമായിട്ടൊന്നും ചേർത്ത് നിർത്തുകയില്ല. ചില മൂല്യങ്ങൾ, ചില പ്രത്യേക മൂല്യങ്ങൾ അങ്ങനെ നമ്മെ ചേർത്ത് നിർത്താൻ പ്രാപ്തിയുള്ളവയാണ്. അവയാണ് നമ്മൾ സാധാരണ രീതിയിൽ സുതാര്യ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ വിഷയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത് എന്താ വെച്ചാൽ സാമൂഹിക ജീവിത വിജയത്തിന്റെ അടിത്തറ എന്താണ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയും പരിസ്ഥിതിയും അയാളുടെ ചുറ്റുപാടും തമ്മിലുള്ള യോജിപ്പ്, ആ യോജിപ്പ് ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് പരിസരത്ത് ശരിയാം വിധം ജീവിച്ചു പോകാനാവും, അല്ലെ? ആ ശരിയാം വിധമുള്ള ജീവിതത്തിലാണ് അയാൾക്ക് ജീവിതത്തിന്റെ വിജയം കണ്ടെത്തുക. സാമൂഹിക ജീവിത വിജയം എന്ന് പറയുമ്പോൾ അതല്ല, അയാൾ ജീവിക്കുന്നതിനൊപ്പം സമൂഹത്തിനും ഗുണകരമാകുന്ന ഒരവസ്ഥ, സമൂഹത്തിനും സന്തോഷകരമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ആ സാമൂഹിക ജീവിത വിജയം എന്നുള്ളത് ഉണ്ടാവുക. അപ്പൊ അതുണ്ടാകണമെങ്കിൽ ഇവർ തമ്മിൽ, വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള സമ്പൂർണമായിട്ടുള്ള ലയം അല്ലെങ്കിൽ യോജിപ്പുണ്ടാവണം. അവിടെ ഈ സാമൂഹിക ജാലികയില് ഓരോ വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അതായത് വ്യക്തിയും പരിസരവും തമ്മിൽ, വ്യക്തിയും ഈ പരിസരം എന്ന് പറയുന്നത് എന്താണ്, മറ്റു വ്യക്തികളിലൂടെയും കൂടെ കടന്നു പോകുന്നതാണല്ലേ. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തില് വിശ്വാസ്യതയിൽ ഒരു വളർച്ച വേണം. ഇപ്പൊ ഞാൻ എങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നു, ഞാൻ വരാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസ്യതയിൽ കുറവ് വരും. ഒരു തവണ അബദ്ധം എന്നുള്ള രീതിയിൽ കണക്കാക്കാം, അത് ആവർത്തിച്ച് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അത് വിശ്വാസ്യതയിൽ കുറവ് വരും. ആ വിശ്വാസ്യത, അതായത് ഒന്നിനെ റിലേ ചെയ്യാം എനിക്ക് എന്നുള്ള തോന്നൽ പരസ്പരം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് വിശ്വാസ്യത പൂർണ്ണമായിട്ടുണ്ടാകുന്നത്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ എനിക്ക് വേണ്ടത് കാത്തിരിക്കും എന്നുള്ളതാണ് ഉറപ്പ്. അതന്നെയാണ് വിശ്വാസം എന്ന് പറയുക. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോ ഈ പരസ്പര വിശ്വാസം എന്നുള്ളത് കൃത്യമാകുന്ന സമയത്താണ് നമുക്ക് ഒന്നും തോന്നാതെ തന്നെ, ഒന്നും പറയാതെ തന്നെ, ഒന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ ഭാവിയിലേക്ക് ചുവട് വയ്ക്കാൻ കഴിയുക. അപ്പോ ട്രപ്പീസ് കളി, സർക്കസിലെ ട്രപ്പീസ് കളി കണ്ടിട്ടുണ്ടാവും. ഒരാൾ ഊഞ്ഞാലിൽ നിന്നും ചാടി പോകുന്നു, ഊഞ്ഞാലിൽ നിന്ന് ഇങ്ങനെ ആടിപ്പോയിട്ട് അവിടെ നിന്നും പിടിവിട്ട് തിരിച്ചപ്പുറത്തേക്ക് ചാടി പോകുന്ന സമയത്ത് ഈ ആട്ടത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ പിടിക്കാൻ ഒരു കൈയുണ്ടാവും, അല്ലെങ്കിൽ പിടിക്കാൻ ഒരു ഊഞ്ഞാലിന്റെ ദണ്ടുണ്ടാകും എന്ന ഉറപ്പിലാണ് പോകുന്നത്. അത് വിശ്വാസമാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് അപകടമോ മരണമോ തന്നെയായിരിക്കാം. അപ്പൊ ഈ വിധത്തില് പരസ്പരം കണക്ട് ചെയ്ത് ഇനി വരാൻ പോകുന്ന കാര്യത്തിൽ ഇതിങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടണം. ആ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തിന്മേലുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുക. ബന്ധങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. ആ ബന്ധങ്ങളിൽ വിശ്വാസം ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടാകണം, അതിന് വളർച്ച ഉണ്ടാവണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക്, ഇപ്പൊ ഞാൻ ആ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അപ്പുറത്തൊന്നും കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പാലിക്കുന്ന മൂല്യങ്ങൾ പോലെ അവിടെയും മൂല്യങ്ങൾ പാലിച്ചിട്ടുണ്ടാവണം.
ഞാൻ കാലബന്ധിതമായിട്ട് സമയബന്ധിതമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതേ സമയബന്ധിതമായിട്ടുള്ള അവസ്ഥ അപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ സമയാനുബന്ധിതമായിട്ട് പരസ്പരം ബന്ധപ്പെടാനാവുകയുള്ളൂ. അപ്പോ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം വ്യക്തിയിൽ മാത്രമല്ല സാമൂഹികമായിട്ടുണ്ടാവണം. അവിടെയാണ് ആ ലയം എന്നുള്ളത് ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് വിടുന്ന സമയത്ത് അവിടെ പിടിക്കാൻ പാകത്തിലുള്ളത് സജ്ജമായിരിക്കണമെങ്കിൽ ഇതും അതും സിൻക്രണൈസ്ഡ് ആവണം. സിൻക്രണൈസ്ഡ് ആവണമെങ്കിൽ അതിന്റെ പുറകിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. അതിനെയാണ് നമ്മൾ മൂല്യങ്ങൾ എന്ന് പറയുക. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഹാർമണി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക, ചേർച്ച ഉണ്ടാവുക, യോജിപ്പ് ഉണ്ടാവുക, യോഗം ഉണ്ടാവുക, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുക. ഈ അവസ്ഥ ഞാൻ ഭൗതികമായി പറഞ്ഞു എന്ന് മാത്രം, ഊഞ്ഞാലിന്റെ കഥ വെച്ചിട്ട് ഭൗതികമായി പറഞ്ഞു മാത്രം. ഇത് നമുക്ക് സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ഇത് മനോസുതാര്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അത് ഉണ്ടാവേണ്ടത്. മനസ്സിന്റെ സുതാര്യത, എന്റെ മനസ്സിലുള്ളത് നിനക്കും നിന്റെ മനസ്സിലുള്ളത് എനിക്കും ബോധ്യമാകുന്ന ഒരവസ്ഥ. അതിനാദ്യം നിന്റേത് എന്നുള്ളത് വിട്ടിട്ട് എന്റേത് എന്നുള്ള ഒരവസ്ഥ എടുക്കുകയാണെങ്കിൽ മനസ്സിനകത്ത് തെളിച്ചമുള്ള ഒരു നിലപാടുണ്ടാവണം. തെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു 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 അരുവിയുടെ അടുത്തെത്തുന്നു എന്നിരിക്കട്ടെ, അരുവിയുടെ മുകളിൽ നോക്കിയ താഴെയുള്ള കല്ലുകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ആ വെള്ളത്തിന് തെളിച്ചമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മനസ്സിനുള്ള തെളിച്ചം, എന്റെ അകത്തെന്താണ് എന്നുള്ളത് പുറത്ത് കാണുന്നൊരവസ്ഥ, പുറത്തെന്താണെന്നുള്ളത് അകത്തേക്ക് എത്തുന്നൊരവസ്ഥ. ഇതാണ് തെളിച്ചമുള്ള മനസ്സിന്റെ നിലപാടെന്ന് പറയുന്നത്. അവിടെ മറകളില്ലാതെ ഉള്ള ഇടപെടൽ ഉണ്ടാവണം. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈഗോയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃദുല വികാരങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരം യുക്തിയുടെ ഇടകളില്ലാതെ, തടസ്സങ്ങളില്ലാതെ, മറകളില്ലാതെ ഇടപെടാൻ പറ്റും. ആ ഇടപെടലിന്റെ ഇടയിൽ വിശ്വാസം എന്നുള്ളത് വളർത്തണം. ആ വിശ്വാസം വളർത്തുന്ന സമീപനമായിരിക്കണം ഉണ്ടാകുന്നത്. ഞാൻ ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ അയാൾക്ക് എന്നിൽ വിശ്വാസം തോന്നണം. വിശ്വാസം തോന്നണമെങ്കിൽ ഞാൻ മൂല്യങ്ങൾ പാലിക്കുന്ന ആളായിരിക്കണം, ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അയാൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാവുക. അപ്പോഴാണ് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള യോജിപ്പ് ഉണ്ടാവുക. ഇങ്ങനെയുള്ളൊരു മനോതലത്തിൽ നിൽക്കുമ്പോഴാണ് മനോസുതാര്യത എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അതായത് അകത്തും പുറത്തുമുള്ളത് തുടർന്നു പോകുന്നൊരവസ്ഥ. ഇപ്പൊ ഒളിമ്പസിന്റെ പഠിതാക്കൾക്ക് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒരു രീതിയിൽ പറയാം. അതായത് നമ്മൾ മനസ്സിന്റെ 6ഓളം തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ബോധമനസ്സ്, പ്രകട മനസ്സ്, പ്രതിമനസ്സ് എന്ന് പറയുന്ന പുറത്തും, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, ശിക്ഷിതാവബോധ മനസ്സ്, സഹജാവബോധ മനസ്സ്, തുരീയ മനസ്സ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ അകത്തേക്ക് പോകുന്ന അവസ്ഥകളും ഉണ്ടല്ലോ. ഈ അവസ്ഥകളെല്ലാം തമ്മിൽ ഒരേ രേഖയിൽ വരുന്ന സമയത്ത്, ഇവയെല്ലാം ഒരേ നിലപാടിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരേ പ്രവർത്തന തത്വത്തിലായിരിക്കുന്ന സമയത്ത് ഇവർക്കിടയിൽ യുക്തി വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മനോസുതാര്യത സംഭവിക്കും. അപ്പോ മനസ്സിന്റെ തെളിച്ചം എന്ന് പറയുന്നത് അവിടെയാണ് ഉണ്ടാവുക. അവിടെ മറകൾ ഉണ്ടാവില്ല, യുക്തിക്ക് സ്വാധീനമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിന് സ്വാധീനമില്ല. ഇതൊന്നുമില്ലാതെ ഉള്ള വിശ്വാസങ്ങളൊക്കെ എങ്ങനെയാണ്? വിശ്വാസങ്ങളെല്ലാം ഇതിനെ അനുകൂലപ്പെടുന്ന രീതിയിലുള്ള വിശ്വാസമാണ്, ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ളപ്പോഴാണ് മനോസുതാര്യത എന്ന് പറയുന്നത് ഉണ്ടാവുക. എന്തിനാണ് ഈ മനോസുതാര്യത എന്നുള്ളൊരു അവസ്ഥ നമ്മൾ ഉണ്ടാകേണ്ടത്? സാമൂഹിക വിജയം ഉണ്ടാകണമെങ്കിൽ, സാമൂഹിക വിജയം നമ്മൾ ഇന്നലെ സംസാരിച്ചു, ഞാൻ വിജയിക്കുന്നത് പോലെ ഞാൻ സമൂഹവുമായിട്ട് ചേർന്ന് സമൂഹത്തിനോട് ഉള്ള ആ ഹാർമണിയിൽ വിജയിക്കുമ്പോഴാണ് സാമൂഹിക വിജയം ഉണ്ടാവുക. അപ്പൊ സാമൂഹിക വിജയത്തിന്റെ അടിസ്ഥാന ശേഷി എന്ന് പറയുന്നത് അതിലെ സത്തകൾ തമ്മിലുള്ള മനോസുതാര്യതയാണ്. അവിടെ ആ ബന്ധങ്ങളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് വരും. മനോസുതാര്യത ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങളുടെ ക്വാളിറ്റി ഡെവലപ്പ് ആവുള്ളൂ. അപ്പോ തെറ്റി മനസ്സിലാക്കൽ, നമ്മളതിന് തെറ്റിദ്ധാരണ എന്ന് പറയും. ഈ തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ പറ്റും. ഞാൻ പറയുന്നതിന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നത് നേരെ തലകീഴായിട്ട് എനിക്ക് അപ്പുറത്തുള്ള ആൾ മനസ്സിലാക്കുക, അയാൾ പറയുന്നതിന്റെ നേരെ തലകീഴായിട്ട് എനിക്ക് അതിനും അപ്പുറത്തുള്ള ആൾ മനസ്സിലാക്കുക. നമ്മളിതിൽ ഈ കോർപ്പറേറ്റ് ഗെയിമുകൾ വരെയുണ്ട് അല്ലെ, കുശു മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗെയിമുകളൊക്കെ ഉണ്ട്. പറയുന്നത് അങ്ങോട്ടേക്ക് കൺവേ ചെയ്യപ്പെടില്ല. അതേസമയം ഈ മനോസുതാര്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി എന്താണോ പറയാനുള്ളത് അതിനെ ഏറ്റവും ലളിതമായി അങ്ങോട്ടേക്ക് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അവിടെയാണ് സഹജീവിതം എന്നുള്ളത് ശക്തിപ്പെടുക. സഹജീവിതം ശക്തിപ്പെടണമെങ്കിൽ ഈ മനോസുതാര്യത ഉണ്ടായിരിക്കണം, തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കണം, ബന്ധങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അവിടെയാണ് സാമൂഹ്യ വിജയം എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അപ്പോ മനോസുതാര്യത എന്ന് പറയുന്നത് സാമൂഹ്യ വിജയം കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ ഉണ്ടാകണം. അവിടെ ഈ സുതാര്യത ഉണ്ടാവണമെങ്കിൽ ആദ്യം മനസ്സ് എന്നുള്ളത് അവിടെ ഉണ്ടാകണമല്ലോ. ഈ മനസ്സെങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് ധർമ്മവ്യവസ്ഥയുടെ പരിണിതിയാണ് അല്ലെ. മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഞാൻ എന്നുള്ളത് ഒരു പ്രവർത്തിക്കുന്ന വ്യവസ്ഥയാണ്. ആ പ്രവർത്തിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ എന്നുള്ള വ്യവസ്ഥയുടെ ചില ധർമ്മങ്ങളുണ്ട്. ധർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനു വേണ്ടിയാണോ ഉരുവാകപ്പെട്ടിട്ടുള്ളത്, ആ
കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്തെല്ലാം ഞാൻ ചെയ്യേണ്ടതുണ്ട്, ആ ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുക. ആ ധർമ്മ വ്യവസ്ഥ എന്റെ ശരീരത്തിലുണ്ട്. ആ ധർമ്മ വ്യവസ്ഥയെ കർമ്മമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ മനസ്സെന്ന് പറയുക. അതിന്റെ ആസൂത്രണ പ്രക്രിയയാണ് മനസ്സെന്ന് പറയുക. ആ മനസ്സ് രൂപപ്പെടുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ധർമ്മവ്യവസ്ഥയുടെ പരിണതിയുടെ, ധർമ്മവ്യവസ്ഥ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. അവിടെ ഈ ധർമ്മം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്ന ആ മൂല്യങ്ങൾ, ആ ധർമ്മം എങ്ങനെ വെളിപ്പെടണം എന്നുള്ളതിന്റെ പാറ്റേൺ ആണല്ലോ മൂല്യമായിട്ട് വരുന്നത്. ആ മൂല്യങ്ങളുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥ എന്താണോ അതിന്റെ പ്രതിഫലനമാണ് മനസ്സിന്റെ രൂപപ്പെടലിലൂടെ ഉണ്ടാവുന്നത്. മനസ്സ് പ്രകടമായിട്ട് കാണിക്കുന്നത് അതാണ്. ആ പ്രകടമായി കാണിക്കുന്നതിന്റെ പുറകിൽ നമ്മൾ അകത്തു നിന്നും പുറത്തേക്ക് മനസ്സ് ഒരു ധർമ്മത്തെ വെളിപ്പെടുത്തുന്ന സമയത്ത് പുറത്ത് എന്താണോ സംഭവിക്കുന്നത്, ഞാൻ ഇവിടുന്ന് വെളിപ്പെടുത്തുന്ന സമയത്ത് പുറത്ത് എന്താണോ സംഭവിക്കുന്നത്, അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് മനസ്സിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുക. ഇപ്പോ എന്റെ ഉള്ളിൽ നിന്ന് ഒരു കാര്യം വെളിപ്പെടുത്തുന്ന സമയത്ത് അത് പുറത്തുപോയ സർവത്ര പ്രശ്നമാണെങ്കിൽ പിന്നെ ഞാൻ അടുത്ത തവണ അത് പുറപ്പെടുവിക്കാൻ നിൽക്കില്ല. അപ്പോ അനുഭവങ്ങളിലൂടെ രൂപപ്പെടുന്ന ഒരു ബോധം കൂടെ എന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുകൊണ്ട് എന്റെ പ്രകടനത്തെ, എന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് അല്ലെ. ആ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ സുതാര്യ മൂല്യമാണ്. എന്റെ ഉള്ളിലുള്ള മൂല്യം സുതാര്യമായി നിൽക്കണമെങ്കിൽ എന്റെ ധർമ്മവ്യവസ്ഥയെ എനിക്ക് മനസ്സിലാവണം, എന്റെ മൂല്യങ്ങളെ എനിക്ക് മനസ്സിലാവണം, അവയുടെ ആന്തരികമായ പ്രതിഫലനം ഉണ്ടാവണം. അത് വെളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ബോധവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇവയെല്ലാം കൂടി ചേർന്നുണ്ടാവുന്ന സ്വഭാവം ക്രമപ്പെട്ടിട്ടുണ്ടാവണം. ആ സ്വഭാവം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രമത്തിലാണെങ്കിൽ മാത്രമേ സ്വഭാവം എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒന്നായി മാറുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ധർമ്മവ്യവസ്ഥ എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യപൂർണമായിട്ടുള്ള പ്രവർത്തനം നടപ്പിലാക്കാനാണ്. ധർമ്മനിർവഹണം കൃത്യമായിട്ട് അകത്തെന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം നടത്തണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയണം. ധർമ്മം, ഞാൻ എന്താണോ ചെയ്യേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി, എനിക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം, ചെയ്യണം എന്നുള്ള വെമ്പൽ എനിക്കുണ്ട്, പക്ഷെ മടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ വഴിതിരിഞ്ഞു പോകുന്നു. അപ്പോ അവിടെയെല്ലാം ധർമ്മനിർവഹണത്തിന് തടസ്സം വരും. അപ്പൊ ധർമ്മനിർവഹണം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇവിടെ മൂല്യം എന്നുള്ളതായിരിക്കണം എന്നെ ഗൈഡ് ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ആ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മനോസുതാര്യത എന്നുള്ളത് കൃത്യമായിട്ട് വളരുകയുള്ളൂ. അപ്പൊ ഇവയെല്ലാം ചേർന്നുകൊണ്ട് ധർമ്മത്തെ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും മനോസുതാര്യത കൃത്യമായിട്ടുണ്ടെങ്കിൽ. അപ്പോ ഈ മനോസുതാര്യത എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, അത് ചില മൂല്യങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ആ മൂല്യങ്ങളാണ് സുതാര്യ മൂല്യങ്ങൾ എന്ന് പറയുക, ട്രാൻസ്പെറന്റ് വാല്യൂസ് എന്ന് പറയുക. ആ ട്രാൻസ്പെറന്റ് വാല്യൂസിന്റെ ഒരു നേച്ചർ എന്താന്ന് വെച്ചാൽ, ഒന്ന് സത്യസന്ധമായ സമീപനമുള്ളതായിരിക്കും. സുതാര്യ മൂല്യങ്ങളുള്ള ഒരാള് പ്രകടിപ്പിക്കുന്നത് എന്തായിരിക്കും? സത്യസന്ധമായിട്ടുള്ള സമീപനമായിരിക്കും. അയാളുടെ പെരുമാറ്റം വ്യക്തമായിരിക്കും. അതിന് മറവോ തിരിവോ ഗൂഢതയോ ഒന്നും ഉണ്ടാവില്ല. വ്യക്തമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. അയാൾക്കുണ്ടാവുന്ന ബന്ധങ്ങൾ വിശ്വാസ്യതയുള്ള ബന്ധങ്ങളായിരിക്കും. അയാൾ സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ വിശ്വാസ്യതയുള്ള ബന്ധങ്ങളായിരിക്കും. അയാൾ തനിക്ക് എങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ താൻ അങ്ങോട്ടേക്ക് നൽകുന്ന ബന്ധത്വം എന്ന് പറയുന്നത്, ബാന്ധവം എന്ന് പറയുന്നത് വിശ്വാസ്യതയുള്ളതായിരിക്കും. അയാളുടെ ചിന്ത എന്ന് പറയുന്നത് സമന്വയത്തിലായിരിക്കും. അവയുമായിട്ടും പരിസരവുമായിട്ടും എല്ലാം ചേർന്ന് നിൽക്കുന്ന ചിന്തയായിരിക്കും ഉണ്ടാവും. ഇതിനെയാണ് സുതാര്യ മൂല്യം എന്ന് പറയും. അപ്പൊ ഒളിമ്പസ് ഇത്തരത്തിലുള്ള ഒരുപാട് സുതാര്യ മൂല്യങ്ങളെ കാലങ്ങളായി കൊണ്ട് നടക്കുന്നു. അപ്പോൾ അവിടെ സുതാര്യ മൂല്യങ്ങളെ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ധർമ്മം ആണ് മനസ്സിനെ രൂപപ്പെടുത്തുന്നത്, മനസ്സ് ആണ് ബന്ധങ്ങളെ നയിക്കുന്നത്, അല്ലെ? ബന്ധങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ഞാൻ എങ്ങനെയാണ് എന്റെ സമൂഹവുമായിട്ട് കണക്ട് ചെയ്യുന്നതനുസരിച്ച് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ സുതാര്യത ഉണ്ടാകുമ്പോൾ മൂല്യങ്ങൾ സുതാര്യമായി തീരുന്ന സമയത്ത് അവിടെ സമാധാനം ഉണ്ടാവും. ആ സുതാര്യ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിസരവുമായി ചേർത്തുകൊണ്ടുള്ള നിലനിൽപ്പിനെ, വിജയത്തെ നിലനിർത്തും. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ മനോസുതാര്യത വളർത്തുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആ ഓരോ മൂല്യത്തിന്റെ സാമൂഹ്യ പ്രസക്തി എന്താണ്, അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു പരിശീലനം എന്താണ്,
സാമൂഹിക വിജയത്തിലേക്കുള്ള ഒരു പ്രായോഗിക വഴി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വരും ദിവസങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുതാര്യ മൂല്യം എന്ന് പറയുന്നത് സാമൂഹിക വിജയത്തിന്, സാമൂഹിക ജീവിത വിജയത്തിന് ആ സാമാന്യീകൃത ആത്മീയതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളാണ് സുതാര്യ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അവ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മവ്യവസ്ഥ കൃത്യമായിട്ട് പ്രവർത്തിക്കും. അത് നമ്മുടെ പരിസരവുമായിട്ട് ചേർന്ന് കൃത്യമായി ബന്ധപ്പെടും. ആ ബന്ധത്തില് ആ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് വളരെ കൃത്യമായിരിക്കും. അവിടെ വിശ്വാസ്യത ഉണ്ടാവും. പ്രവർത്തനങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എന്തൊക്കെയാണ് ഇയാൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധത്തെ വിജയമാക്കി മാറ്റാൻ വേണ്ടുന്ന ഒന്നിനെയാണ് സുതാര്യ മൂല്യം എന്ന് പറയുന്നത്. സുതാര്യ മൂല്യങ്ങൾ, കുറച്ച് സുതാര്യ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വരുന്ന ദിവസങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആ മൂല്യങ്ങളെ പരിചയപ്പെടുന്നതോടുകൂടി അവ നമ്മുടെ ഉള്ളിൽ നടപ്പിലാക്കാൻ എന്താണ് ചെയ്യേണ്ടതും കൂടെ പരിശീലിക്കാം, അല്ലെങ്കിൽ പഠിക്കാം. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സുതാര്യ മൂല്യങ്ങളെ കൃത്യമായിട്ട് ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയും. നാളെ നമുക്ക് പുതിയ മൂല്യങ്ങളെ പരിചയപ്പെടാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.